ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കേക്ക് റെസിപ്പി അല്ല കേട്ടോ, ഒരു വ്ളോഗാണ്. വ്ളോഗ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കേക്കിൻ്റെ സാധനങ്ങളെല്ലാം തീർന്നു. അപ്പോൾ ഒരു പർച്ചേസിന് വേണ്ടി പോയപ്പോൾ ജസ്റ്റ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ എപ്പോഴും കേക്കിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോണത് തൊടുപുഴയിലെ മങ്ങാട്ട് കവലയിലുള്ള ഈസി ബേക്കേഴ്സിലാണ്. അപ്പോൾ തൊടുപുഴ ആ ഭാഗത്തുള്ളവരൊക്കെ ഈ ഒരു കട നോട്ട് ചെയ്തുള്ളൂ കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ മങ്ങാട്ടുകവലിയിലാണ് ഈസി ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഞാൻ എപ്പോഴും ഷോപ്പിൽ ചെല്ലുമ്പോൾ ആദ്യമേ സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് പകരം മൊത്തമെല്ലാം ഒന്ന് നടന്ന് നോക്കൂ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു ബേക്കിംഗ് ഐറ്റംസ് ഉള്ള ഷോപ്പിൽ ചെന്നാൽ എന്തെടുക്കണം, പുതിയ ഐറ്റംസ് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒന്ന് റൗണ്ട് ചുറ്റി നടന്ന് എല്ലാം നോക്കൂ കേട്ടോ. ഒന്നും മേടിക്കാനൊന്നുമല്ല, എന്നാലത് കാണുന്നത് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. പിന്നെ ഇതേ നമ്മുടെ ബർത്ത്ഡേ ഐറ്റംസൊക്കെ നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബർത്ത്ഡേയുടെ ഐറ്റംസ് ക്യാപ്പ് അതുപോലെ ക്യാൻഡിൽസൊക്കെ എടുത്ത് ഇതുപോലത്തെ സ്പ്രേ ഒക്കെ എടുത്തിട്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. കാരണം കസ്റ്റമേഴ്സൊക്കെ കേക്ക് ഓർഡർ തരുമ്പോൾ ചോദിക്കാറുണ്ട് ക്യാൻഡിലും സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഈ ഒരു കൊക്കോ പൗഡർ കണ്ടപ്പോൾ പ്രീമിയം കൊക്കോ പൗഡർ അത് കണ്ടതേ ഓർമ്മ വന്ന് നമ്മുടെ 5-in-1 ടോട്ട് കേക്കാണ് കേട്ടോ. പ്രീമിയം ചോക്ലേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് തന്നെ പ്രീമിയം കൊക്കോ പൗഡർ നമുക്ക് മുകളിൽ ഇട്ട് കൊടുത്തുകൂടെയെന്ന്. പിന്നെ ദേ ഇവിടെ നമ്മുടെ സിലിക്കോൺ മോൾഡുകൾ എല്ലാ തരത്തിലുള്ള എല്ലാ ഷേപ്പിലുള്ള മോൾഡുകൾ ഇരിപ്പുണ്ട്. ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ പോലത്തെ മോൾഡുകളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെന്താ ഇത് വെറൈറ്റി നമ്മുടെ പുഡിംഗ് ഗ്ലാസ്സുകൾ, വൈൻ ഗ്ലാസ്സുകൾ, നമ്മുടെ എല്ലാ പൗഡറുകളും ഇരിപ്പുണ്ട് കേട്ടോ. ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പൗഡറുകൾ, സാധനങ്ങൾ, പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഇപ്പോൾ ചെറിയ അളവിൽ വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം, 250 ഗ്രാം, 500 ഗ്രാം അങ്ങനത്തെ അളവിൽ നമ്മുടെ കറുത്ത മുന്തിരി, മഞ്ഞ മുന്തിരി, ക്യാഷ് നട്ട്സ്, ക്രഷ് ചെയ്തിട്ടുള്ള ക്യാഷ് നട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ മാഷ്മെല്ലോസ്, മിഠായികൾ, നൂഡിൽസുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുവാണെങ്കിൽ അവർക്കൊരു പെരുന്നാളിനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വലിച്ച് വാരി നിരത്തിയിടും. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് സ്റ്റാൻഡുകൾ, നല്ല ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കേക്ക് സ്റ്റാൻഡുകൾ. ഈ ഒരു സൈക്കിളിൻ്റെ സ്റ്റാൻഡ് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഫ്രണ്ടിൽ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഇത് കേക്ക് ടോപ്പുകളുണ്ട്, ഓവനുണ്ട്, സ്റ്റാൻഡ് മിക്സറുണ്ട്, അങ്ങനത്തെ ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഞാൻ മെയിനായിട്ട് ഷോപ്പിൽ ഇന്ന് വന്നേക്കുന്നുണ്ടല്ലോ, എൻ്റെ വിപ്പിംഗ് ക്രീം തീർന്നു, അതുപോലെ ചോക്ലേറ്റ്, നമ്മുടെ മെയിൻ ഐറ്റം 5-in-1 ടോട്ട് കേക്ക് ബോക്സ് തീർന്നു കേട്ടോ. ഈ ഒരു ബോക്സ് കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷം, ഓടി വന്ന് എല്ലാം കൂടി അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. ഗോൾഡനും റെഡും ഉണ്ട്. റെഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റെഡ് തീർന്നു പോയിരുന്നു, സിൽവർ കളറായിരുന്നു. അപ്പോൾ ഇത് ഞാൻ റെഡ് ഗോൾഡൻ അങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടത്തോടെ അങ്ങ് ചാടി എടുക്കുകയാണ് കേട്ടോ ബോക്സ്. അപ്പോൾ ആ സൈഡിൽ പ്ലാസ്റ്റിക്കിൽ കാണുന്ന മിനി കേക്ക് ബോക്സ് ആണ്, അത് തീർന്നിട്ടുണ്ടായിരുന്നു. അത് 1-2 ഉണ്ടായിരുന്നുള്ളൂ, ആ 2 ഞാൻ എടുത്തു. അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ബോക്സ് എവിടെ കിട്ടുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് ഐറ്റംസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ ചെന്നാൽ കിട്ടും. ഓരോ സ്ഥലത്തും ഷോപ്പുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പ്രദേശത്തുള്ള ഷോപ്പിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഓൺലൈനിലും കിട്ടും. ഈ ഒരു 1 kg ബോക്സിന് 140, ചെറിയ ബോക്സിന് 90 കേട്ടോ വരുന്നത്, ½ kg. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലത്തുള്ള റേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ ടോപ്പേഴ്സാണ്, ബർത്ത്ഡേ ആനിവേഴ്സറി ടോപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ½ kg 90 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ അത് പുറത്തില്ലായിരുന്നു, അകത്തുനിന്ന് ആ ഒരു ചേച്ചി എടുത്തുകൊണ്ടെന്ന് തന്നാണ് കേട്ടോ. ഇതേ അടുത്തത് നമ്മുടെ സ്പ്രിങ്കിൾസ് ആണ് കേട്ടോ. പല വലുപ്പത്തിൽ, പല ഷേപ്പിൽ, പല കളറുകളിൽ നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതേ ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുള്ള അടിപൊളി എഡിബിൾ ബോൾസ് എല്ലാം ഉണ്ട്. 50, 65, 75 അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ പല കളറിലുള്ള ഫോണ്ടൻറ്റുകൾ, പിന്നെ കേക്ക് ടോപ്പേഴ്സ്, പിന്നെ ഇതെല്ലാം ബേബി ഷവർ, അതുപോലെ ബ്രൈഡ് ടു ബി എല്ലാത്തിൻ്റെയും കേക്ക് ടോപ്പേഴ്സാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ, പിന്നെ കുട്ടികൾക്കുള്ള തീം കേക്കുകളുടെ ടോപ്പേഴ്സ് ഉണ്ട്.
അപ്പോൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ കേക്ക് ബോക്സിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇനി ആരെങ്കിലും കൊണ്ടുപോയെങ്കിലോ ആ ഒരു ചിന്തയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കേക്ക് ബോക്സ് അവിടെ തന്നെ ഉണ്ടോയെന്ന് നോക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ ചെറിയ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ക്രീം കേക്കിന് അതുപോലെ പ്ലം കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നോൺ എഡിബിളാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫ്ലവേഴ്സ്, നമ്മുടെ 2 ടയർ കേക്കിനും 3 ടയർ കേക്കിനും വെഡ്ഡിങ് കേക്കിനും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നോൺ എഡിബിൾ ഫ്ലവേഴ്സാണ്. പല വലുപ്പത്തിലും പല കളറുകളിലുമുള്ള നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഫ്ലവേഴ്സ് ഇരിപ്പുണ്ട്. ഒരു പീസിനൊക്കെ 40 രൂപ, പിന്നെ വലുപ്പത്തിനനുസരിച്ച് വില കൂടുതലും കുറവും ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവറിന് 45 രൂപയാണ് ഒരെണ്ണം വില വരുന്നത്. അങ്ങനെ അതെല്ലാം ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡായിരുന്നു ഇത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ആളവിടെ പോയി ഇരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം നല്ല ആസ്വദിച്ച് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ വിപ്പിംഗ് ക്രീം സെക്ഷനാണ്. എല്ലാ കമ്പനികളുടെയും ഉണ്ട് കേട്ടോ. റിച്ചിൻ്റെയും പ്രിസ്റ്റിൻ, ഇപ്പം വിവോ പ്രിസ്റ്റിൻ ആയല്ലോ, അതുപോലെ തന്നെ ഫിയോന, അങ്ങനെ എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ട്. പിന്നെ ബട്ടറുകൾ, അതുപോലെ ക്രീം ചീസ്, മൊസറല്ല ചീസ്, അങ്ങനെ എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കപ്പ് കേക്ക് സ്റ്റാൻഡുകൾ അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. ഒത്തിരി ബേബി ഷവറിനൊക്കെ ഒത്തിരി ടോപ്പേഴ്സുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ഫോണ്ടൻറ്റിൻ്റെ നമ്മുടെ സിലിക്കോൺ മോൾഡുകളാണ്. അപ്പോൾ ബേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ ഇതൊക്കെ എവിടെയാണ് കിട്ടണമെന്ന്. കുറേ പേരൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കേക്കൊക്കെ കണ്ടിട്ട് ബട്ടർ എസൻസ്, മിൽക്ക് എസൻസ് ഒക്കെ ചേർത്തല്ലോ. അപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. എസൻസുകൾ, അതുപോലെ ഈ ബോക്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ബേക്കിംഗ് ഐറ്റംസ് വാങ്ങിക്കുന്ന ഷോപ്പ്, അതിനുവേണ്ടി തന്നെ ഷോപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ സ്ഥലത്തൊക്കെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു ബട്ടർ എസൻസ്, മിൽക്ക് എസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ഓൺലൈനിലും കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഐറ്റംസ്, അതുപോലെ വൈൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ കപ്പ് കേക്ക് ബോക്സുകൾ, പ്ലം കേക്ക്, ക്യാരറ്റ് ബോക്സുകൾ, പിന്നെ പൗണ്ട് കേക്കിൻ്റെയൊക്കെ ബോക്സുകളാണ് ഇരിക്കുന്നത്. പേപ്പർ ബോക്സുകളാണ്. നമുക്ക് ഡയറക്റ്റ് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ചോക്ലേറ്റ്സൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിനും ഒക്കെയുള്ള ചോക്ലേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട്, ഡാർക്ക് കോമ്പൗണ്ട്, അങ്ങനെ എല്ലാ ചോക്ലേറ്റും എടുത്തു. പിന്നെ ഒരു ഓറിയോ സിൽക്ക്. അപ്പോൾ നമുക്ക് ഡയറി മിൽക്കൊക്കെ കണ്ടാൽ പിന്നെ വിടുമോ. അപ്പോൾ ഓറിയോയുടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ട്രോകൾ, പിന്നെ കേക്ക് ജെല്ല്, ചെറിയ അളവിലുള്ള പിസ്ത, ആൽമണ്ട് പൗഡർ, കാഷ്നട്ട്സ് എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മാർജറിൻ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഈ ഒരു അളവിലാണ് കേട്ടോ എടുക്കുന്നത്. പ്ലം കേക്കിന് ഏതാണ് മാർജറിൻ എടുക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ 1/2 കിലോ, 1 kg അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള മിഠായി കവറുകളൊക്കെ ഇരിപ്പുണ്ട്. കൊക്കോ പൗഡറൊക്കെ പാക്ക് ചെയ്ത് 1/2 kg, 1 kg അങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്ക് ബേസുകൾ, കവറുകൾ, ഞാൻ കേക്ക് ബേസൊക്കെ എടുക്കുന്ന സമയത്ത് 50 എണ്ണം അങ്ങനെയൊക്കെ ഒന്നിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അങ്ങനെ കൂടുതൽ കവറും ബേസും എടുത്ത് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇത് എല്ലാ വലുപ്പത്തിലുള്ള കേക്ക് കവറുകളും ബേസുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സർപ്രൈസ് കേക്ക് ബോക്സാണ്, ഈ ഒരു വൈറ്റ് കളറിലിരിക്കണത്. പിന്നെ ഇതെല്ലാം നമ്മുടെ ജെൽ കളറുകൾ, സ്പ്രേകൾ, പിന്നെ ഗിഫ്റ്റ് ബോക്സ്, ഇതെല്ലാം എസൻസുകളാണ്. പലതരം എസൻസുകളുണ്ട്. പിന്നെന്താ, ഇനി നമുക്ക് നോസിലൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. എല്ലാ നോസിലുകളും ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു നൈഫ്. നല്ല കട്ടി ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിനാണ്. നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ്. ഒരെണ്ണത്തിന് 80 രൂപയാണ് കേട്ടോ വില വരുന്നത്. നല്ല കട്ടികളായിരുന്നു. പിന്നെ ഞാൻ എടുത്തില്ല, ഞാൻ
വാങ്ങാൻ വേണ്ടി ഇരുന്നപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ കൊച്ചിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്കുള്ളതേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല കേട്ടോ, അവിടെ തന്നെ വെച്ചിട്ട് പോന്നു. ഇതൊക്കെ നമ്മുടെ സിലിക്കോൺ മോൾഡുകൾ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് സർപ്രൈസ് കേക്ക് ബോക്സ് ആണ് കേട്ടോ. സർപ്രൈസ് കേക്ക് ബോക്സ് ഒക്കെ എടുത്ത് റേറ്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ അവിടെ തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു ഹെയർ ഷേപ്പിലുള്ള ഗിഫ്റ്റ് ബോക്സ് ആണ്. ഇത്ര സൈസ് കളറുകളാണല്ലോ ഇരിക്കണേ. എല്ലാം ഒരു 100, 200 അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ നന്നായിട്ട് റേറ്റ് ഉണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ കേക്ക് ടിന്നുകളാണ്. പല വലുപ്പത്തിൽ പല ഷേപ്പിലുള്ള മിക്കി മൗസ്, കാറ്, അങ്ങനെ ഒത്തിരി നമ്മുടെ ഡോൾ കേക്ക് ടിന്ന്, ഫുട്ബോൾ ടിന്ന്, അങ്ങനെ എല്ലാ തരം ഷേപ്പിലുള്ള കേക്ക് ടിന്നുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ നമ്മുടെ മിനി കേക്ക് ബോക്സ് ടിന്ന്. നല്ല രസമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെന്താ, ഇനി ഇങ്ങോട്ട് നടന്നു പോന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കുകൾ, അതുപോലെ ജാമ്, സോസുകൾ, ക്രഷുകൾ ഇതുണ്ട്, ഓരോ ഫ്രൂട്ട് ഫില്ലിങ്സ്, അങ്ങനെ എല്ലാത്തരം സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മയോനൈസ്, അങ്ങനത്തെ ഐറ്റംസാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇതെല്ലാം ക്രഷുകളാണ്. സ്ട്രോബെറി, മാംഗോ, പൈനാപ്പിൾ, ബ്ലൂബെറി, പിന്നെന്തുവാ ഗ്രീൻ ആപ്പിൾ, ബട്ടർ സ്കോച്ച്, അങ്ങനെയുള്ള ഇതൊക്കെ പാൽപ്പൊടി, ബൂസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ചൈന ഗ്രാസ്, ജലാറ്റിൻ, അങ്ങനെയുള്ള ഐറ്റംസ് ഈ ഒരു സെക്ഷനിൽ. കോൺഫ്ലോറുകൾ, അതുപോലെ ബ്രൗൺ ഷുഗർ, പാസ്ത, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ദേ നമ്മുടെ പാലട ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ, പാലട. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. ഓരോ ബാസ്ക്കറ്റിൽ ഇങ്ങനെ ഓരോ ഡെക്കറേഷൻ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഈ നല്ല ലീഫുകൾ, അടിപൊളിയല്ലേ ഇത് കാണാൻ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇത് രസമുണ്ട്, ഇത് രസമുണ്ട്, എല്ലാം നല്ല അടിപൊളിയാണ്. ഓരോ പീസിനാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടിപൊളി, നല്ല മൊട്ടായിട്ടുള്ള നല്ല ഡെക്കറേഷൻ ഐറ്റം. ഈ ഇലയൊക്കെ കേക്കിൽ വെച്ച് കൊടുത്ത് നല്ല രസമായിരിക്കും അല്ലേ. പിന്നെ ഇത് നമ്മുടെ സ്പൂണുകൾ, കപ്പുകൾ, നോസിലുകൾ, അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വെഡ്ഡിങ് കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്ക് ടോപ്പേഴ്സാണ്. ഇതിനൊക്കെ നല്ല റേറ്റാണ് വരുന്നത്. പിന്നെ നമ്മുടെ അരിപ്പകൾ, കപ്പുകൾ, പിന്നെ എന്താ ഫ്രീസ് ചെയ്യുന്ന ബോക്സുകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ബോക്സുകളും കാര്യങ്ങളൊക്കെ ഇത് എത്രയോ ശതമാനം വിലക്കുറവിൽ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നോക്കിയില്ല, ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ കത്തികൾ, സ്പാച്ചുല, അങ്ങനത്തെ ഐറ്റംസ് ഇത്. പിന്നെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ എന്താ ബ്രൈഡ് ടു ബി, മാലകൾ, കമ്മലുകൾ, നെറ്റിച്ചുട്ടികൾ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫോണ്ടൻറ്റിന് പകരം വെക്കുന്ന ഡെക്കറേഷൻ, നിങ്ങൾ ബോൾ പോലത്തേക്ക് ഇപ്പോൾ കാണാറില്ലേ, അങ്ങനത്തെ ഇതെല്ലാം നമ്മുടെ കേക്ക് ടോപ്പേഴ്സാണ്, ബാർബി കേക്ക് ടോപ്പേഴ്സ്. പിന്നെ ബർത്ത്ഡേ, ബ്രൈഡ് ടു ബി കണ്ണാടികളാണ്, പല കളറിലുള്ളതുണ്ട്. പിന്നെ ഇങ്ങോട്ട് നടന്നു പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടോ ബാസ്ക്കറ്റുകൾ, നമ്മുടെ ഗിഫ്റ്റ് ഓപ്ഷൻ ബാസ്ക്കറ്റുകൾ, കാര്യങ്ങൾ, അങ്ങനെ പല ഷേപ്പിലുള്ള, റൗണ്ടിലുള്ളത്, ഓവൽ ഷേപ്പിലുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ബലൂണുകളുണ്ട്. അങ്ങനെ എല്ലാം ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തൊടുപുഴ ഭാഗത്തുള്ളവർ മറക്കണ്ട, മങ്ങാട്ട് കവലയിലുള്ള ഈസി ബേക്കേഴ്സാണ്. പിന്നെ ഇത് നമ്മൾ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു, പല വലുപ്പത്തിലുള്ള നമ്മുടെ കേക്ക് സ്റ്റാൻഡുകൾ, അതുപോലെ ഓവൻ, അങ്ങനത്തെ ഐറ്റംസ്, ഗ്രില്ല് ചെയ്യുന്ന ഗ്രില്ല് ചെയ്യുന്ന സാധനം എല്ലാം ഉണ്ട്. അങ്ങനെ ഏകദേശം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടി എടുക്കുകയാണേ. അപ്പം വിപ്പിംഗ് ക്രീം ഞാൻ പ്രിസ്റ്റിൻ്റെ ആണ് കേട്ടോ എടുക്കുന്നത്. അതായത് വിവോ കമ്പനി ഇപ്പോൾ പ്രിസ്റ്റിൻ എന്നുള്ള പേരിലാണല്ലോ, അപ്പോൾ ഒരു ഇതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പ്രിസ്റ്റിൻ്റെ കുറേ അങ്ങോട്ട് വാരി അങ്ങോട്ട് എടുത്ത് ഇനി ഞാൻ ബില്ലടിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ വിപ്പിംഗ് ക്രീമും എടുത്തു, ആ കൂടി നമുക്ക് എന്താ പറയുക ബട്ടറും കൂടി എടുത്തിട്ട്, അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീമൊക്കെ എടുത്തിട്ട് വീണ്ടും തിരിഞ്ഞ് നോക്കുവാണ് ഇനി എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ടുണ്ടോയെന്ന്. വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഞാൻ ആ കേക്ക് ബോക്സിൻ്റെ അവിടെ തന്നെ വന്നു കേട്ടോ. അങ്ങനെ ഏകദേശം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബില്ലടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ലടിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ ഇങ്ങനെ നോക്കി നിന്നുണ്ട്. മാഷ്മെല്ലോസ് ഉണ്ട്, കിൻഡർ ജോയ് ഉണ്ട്,
കിൻഡർ ക്രീമി ഉണ്ട്, വേഫേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.